പട്ടാളത്തെ പേടിച്ച് ഭീകരന്മാർക്ക് സുരക്ഷിതമായ താവളമൊരുക്കി പാകിസ്ഥാൻ. അവരെ ഇപ്പോൾ ബങ്കറുകളിൽ ഒളിപ്പിച്ച് പാകിസ്ഥാൻ പട്ടാളം രക്ഷാകവചം തീർക്കുന്ന കാഴ്ചയാണ് കാണുന്നതും. ഏത് നിമിഷവും ഇന്ത്യ തിരിച്ചടിക്കുമെന്ന് പാക് പട്ടാളത്തിന് നല്ലതുപോലെ അറിയാം. ആയതിനാൽ തന്നെ അവർ ഈ ഭീകരന്മാർക്ക് രക്ഷാകവചം ഒരുക്കുകയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ തിരിച്ചടി നൽകാൻ ഒരുങ്ങുന്നുവെന്ന സൂചനകൾക്കിടയിലാണ് പാക് അധിനിവേശ കാശ്മീരിലും നിയന്ത്രണ രേഖയിലും തമ്പടിച്ചിരിക്കുന്ന ഭീകരരെ ബങ്കറുകളിലേക്ക് മാറ്റാൻ തുടങ്ങിയിരിക്കുന്നതും. അതീവ രഹസ്യമായിട്ടാണ് ഇവർ കാര്യങ്ങൾ നീക്കുന്നത്. എന്നാൽ ഈ ഭീകരന്മാർക്ക് ഇന്ത്യയുടെ കണ്ണ് വെട്ടിച്ച് അധികകാലമൊന്നും ഒളിച്ചു കഴിയാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് മറ്റൊരു വസ്തുത. കഴിഞ്ഞ ദിവസമാണ് പാകിസ്ഥാൻ കരസേനാ മേധാവി ആസിം മുനീർ പാകിസ്ഥാനിൽ നിന്നും മുങ്ങിയതും. അതിന് പിന്നാലെയാണ് ഈ വാർത്തകൾ പുറത്തു വരുന്നതും. മാത്രമല്ല, ഏതു മാളത്തിൽ ഒളിച്ചാലും ഈ ഭീകരന്മാരുടെ തലയെടുക്കാതെ ഇന്ത്യ പോകില്ല എന്നത് തന്നെ ഇവർ മറന്നുപോവുകയാണ്. ഇന്ത്യയുടെ പ്രതികാരം ഭയന്നുകൊണ്ട് പാക് സൈന്യം പാക് അധിനിവേശ കാശ്മീരിലെ നിരവധി ഭീകര പാഡുകൾ ഉപേക്ഷിക്കാൻ നിർബന്ധിക്കപ്പെടുകയും തീവ്രവാദികളെ സൈനിക ഷെൽട്ടറുകളിലേക്കും ബങ്കറുകളിലേക്കും മാറ്റിയതായും ഇന്റലിജൻസ് വൃത്തങ്ങളാണ് വ്യക്തമാക്കിയിരിക്കുന്നതും. അതുപോലെ തന്നെ ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾ ഒന്നിലധികം സജീവമായ ലോഞ്ച് പാഡുകൾ തിരിച്ചറിഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ഈ നീക്കം വന്നിരിക്കുന്നതും. അധിനിവേശ കാശ്മീരിലെ ഖെൽ, സർദി, ദുഗ്നിയാൽ, അക്മുഗം, ജുറ, ലിപ, പഞ്ചിബാൻ എന്നിവിടങ്ങളിലെ അവിടെ ഉൾപ്പെടെ തന്നെ പ്രധാന സ്ഥലങ്ങളിൽ നിന്ന് തീവ്രവാദികളെ മാറ്റുന്നതിനായി ഇന്റലിജൻസ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. പരിശീലനം ലഭിച്ച 150 മുതൽ 200 വരെ ഭീകരർ നിലവിൽ വിവിധ ക്യാമ്പുകളിലായി നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾക്ക് തയ്യാറായി നിൽപ്പുണ്ട് എന്നതാണ് വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നതും. അതുപോലെ തന്നെ ഹിസ്ബുൾ മുജാഹിദീൻ, ജെയ്ഷെ മുഹമ്മദ്, അതുപോലെ ലഷ്കർ ഇ തോയ്ബ എന്നിവയിൽ നിന്നുള്ള 60 വിദേശ തീവ്രവാദികൾ നിലവിൽ ജമ്മു കാശ്മീരിൽ സജീവമാണെന്നാണ് വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നതും. അതേസമയം കഴിഞ്ഞ ദിവസമാണ് തദ്ദേശീയരായ ഭീകരരുടെ പട്ടിക ഇന്ത്യ പുറത്തുവിടുന്നതും. അതിനു പിന്നാലെയാണ് ഈ രക്ഷാകവചം തീർത്തുള്ള ഒളിപ്പിക്കൽ നടപടി ആരംഭിച്ചിരിക്കുന്നതും. അതേസമയം ഇതുവരെ 10 ഭീകരരുടെ വീടുകളാണ് ജമ്മു കാശ്മീരിൽ തകർത്തിരിക്കുന്നത്. 25 ടൂറിസ്റ്റുകളെയും ഒരു കാശ്മീരിയെയും അതിക്രൂരമായി വെടിവെച്ച് കൊലപ്പെടുത്തിയ പഹൽഗാം ഭീകരാക്രമണത്തിൽ പഴുതടച്ച് അന്വേഷണവും തിരച്ചിലും നടക്കുന്നതിനിടയിലാണ് ഭീകരരുടെ വീടുകൾ പൊളിച്ചു നീക്കുന്ന നടപടി പുരോഗമിക്കുന്നതും. കഴിഞ്ഞ 6 ദിവസത്തിനിടെ 10 ഭീകരരുടെ വീടുകൾ തവിടുപൊടിയാക്കുകയാണ് ചെയ്തത്. ലഷ്കർ ഭീകരരായ ആദിൽ ഹുസൈൻ തോക്കർ, സാക്കിൻ അഹമ്മദ് ഖനി എന്നിവരുടെ വീടുകളായിരുന്നു. അതുപോലെ സഹായം ലഭിച്ച വ്യക്തികളുടെയും വീടുകൾ സർക്കാർ ഇടിച്ചു നിരത്തുകയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കായിരുന്നു പഹൽഗാമിനടുത്തുള്ള വൈസൻ വാലിയിൽ 25 വിനോദസഞ്ചാരികളെയും ഒരു പ്രാദേശിക പോണി റൈഡ് ഓപ്പറേറ്ററെയും ഭീകരർ വെടിവെച്ച് കൊന്നത്. കുറഞ്ഞത് 5 തീവ്രവാദികളെങ്കിലും ആക്രമണത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് നിഗമനം പുറത്തു വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇരകളോട് അവരുടെ മതം ചോദിച്ച് അമുസ്ലിങ്ങളല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമായിരുന്നു കൂട്ടക്കുരുതി നടത്തിയതും. രാജ്യത്ത് വർഗീയ കലാപം സൃഷ്ടിക്കാൻ കൂടി ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ഭീകരർ ആക്രമണം നടത്തിയതെന്നാണ് സൂചനകൾ പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം വ്യാപക പ്രതിഷേധം പാകിസ്ഥാനിലും ഉണ്ടായി. അതായത് സ്വന്തം ജനത തന്നെയാണ് അവർക്ക് തലവേദനയായി മാറിയിരിക്കുന്നത്. പാകിസ്ഥാൻ സർക്കാരിനെ വിമർശിച്ചും പരിഹസിച്ചുമായിരുന്നു അവർ പോസ്റ്റുകൾ പങ്കുവച്ചതും. അവർ ഇന്ത്യയോട് കാണിച്ച നെറുകേടിനെ വെള്ളപൂശാൻ ശ്രമം നടക്കുമ്പോൾ തന്നെയായിരുന്നു പാക് പൗരന്മാർ തന്നെ പാകിസ്ഥാന് നേരെ തിരിഞ്ഞുകൊത്തി രംഗത്ത് വന്നതും. ഭീകരാക്രമണത്തിന് പിന്നാലെ കനത്ത തിരിച്ചടി നേരിട്ടതോടെ തന്നെ പാകിസ്ഥാനികൾക്ക് സ്വന്തം സർക്കാരിനെതിരെ ട്രോളുകൾ പ്രചരിപ്പിക്കാൻ തുടങ്ങുകയും ചെയ്തു. പഹൽഗാം ആക്രമണത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് മീമുകളും ആക്ഷേപഹാസ്യങ്ങളും ഒക്കെ തന്നെ അവർ സർക്കാരിനെതിരെ നിരാശ പ്രകടിപ്പിച്ചുകൊണ്ട് പോസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.